കർമ്മത്തിൻ്റെ ഗതി വളരെ നിഗൂഢമാണ്. അതിനെ സൂക്ഷ്മവും മനസ്സിലാക്കാൻ നമ്മൾ ഒരിക്കലും കഴിയില്ല. കർമ്മഗതിയുടെ പ്രവർത്തനത്തിന് ദേശവും കാലവും തടസ്സമല്ല. കുറ്റവാളി ഏത് രാജ്യത്തിൽ പോയാലും പോലീസ് നിയമങ്ങളും അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. പോലീസ് നിയമം അയാളെ കണ്ടുപിടി ശിക്ഷിച്ചെന്ന് വരാം. അതുപോലെ ഈ ലോകത്തായാലും മറ്റേതെങ്കിലും ലോകത്തിൽ പോയി ജന്മമെടുത്താലും കർമ്മഫലം നമ്മളെ പിന്തുടരുന്നതാണ്. അപ്പോൾ ഈ ഇപ്പം നമ്മൾ ഈ രാജ്യം വിട്ട് മറ്റു രാജ്യത്തിൽ പോയി ഇരിക്കുന്നവരുണ്ട് ചില തെറ്റുകൾ ചെയ്തിട്ട്. അവിടെ നിന്ന് അവർക്ക് സ്വസ്ഥതയൊന്നുമില്ല, ടെൻഷനാണ്. വലിയ വലിയ പണക്കാർ രാജ്യത്ത് പോയി ഈ രാജ്യത്ത് നിന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയിരിക്കുന്നതിൽ അവർക്കും ഒരു സ്വസ്ഥതയൊന്നുമില്ല, ഉള്ളിനുള്ളിൽ ടെൻഷനാണ്. എപ്പോൾ വരും, പിടിക്കും, എന്തെങ്കിലും സംഭവിക്കുമോ. അല്ല, കംസൻ കുടിക്കുന്ന വെള്ളത്തെ പോലും പേടിയായിരുന്നു. ഇതിനകത്ത് കൃഷ്ണനുണ്ടോ, ഭക്ഷണത്തിൽ ഇതിനകത്ത് കൃഷ്ണനുണ്ടോ, ഈ ഭിത്തി കൃഷ്ണനുണ്ടോ, ഇത് ഭിത്തി ഇങ്ങനെ പോകുന്നത് പോലെ അവർക്ക് പേടിയാണ്. അപ്പം അത് തന്നെ ഒരു കർമ്മഗതിയുടെ തരംഗമാണല്ലോ. പിന്നെ നിരപരാധികൾക്കും ഇങ്ങനെ വരുന്നുണ്ട്. അത് പൂർവ്വജന്മത്തിൻ്റെ ആയിരിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം മനഃപൂർവ്വം ഈശ്വരൻ ഒരു ശിക്ഷ കൊടുക്കത്തില്ലല്ലോ. ഒരിക്കലും ഒരു ആയുർവേദ വൈദ്യനാണ്. ആ വൈദ്യൻ ഒരു ഗ്രാമത്തിൽ കൂടി ഇങ്ങനെ നടന്നു പോവാൻ. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു കുറച്ച് ദൂരമായിട്ടൊരു കൂട്ടക്കരച്ചിൽ കേട്ട് കാരണം അന്വേഷിച്ച് എന്താ കാര്യം. അപ്പോൾ ഇവിടെയൊക്കെ ഗ്രാമത്തിൽ പകർച്ചവ്യാധിയുണ്ട്. ആൾക്ക് അത് വന്നാൽ മരണമൊക്കെയാണ് നടക്കുന്നത്. അതൊരാൾക്കിവിടെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വൈദ്യൻ നേരെ അങ്ങോട്ട് നടന്നു ചെന്നു. അപ്പോൾ ഈ വൈദ്യനെ കണ്ടതും ആ വീട്ടിൽ ഓടി വന്ന് ഈ വൈദ്യയുടെ കാൽക്കൂടെ എൻ്റെ മോനെ രക്ഷിക്കണേന്ന് കരഞ്ഞു വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ മുറി ചെന്നപ്പോൾ തളർന്ന് പോലെ കിടക്കുകയാണ് ഈ മോന. അദ്ദേഹത്തെ പരിശോധിച്ചിട്ട് ഈ വൈദ്യൻ പറഞ്ഞു, നിങ്ങളുടെ മകൻ്റെ അസുഖത്തിൻ്റെ മരുന്ന് എനിക്ക് കൃത്യമായി അറിയാം. പക്ഷേ ഞാൻ ഈ വഴിയെ യാത്ര നടക്കുന്ന ആളാണ്, കൂടുതൽ നടന്നൊക്കെ ചികിത്സിക്കുന്നതാണ്. 2 ദിവസം മുമ്പേ ഒരു കാട്ടിലെ ഇടയ്ക്കൂടെ നടക്കുന്ന സമയത്ത് ഒരു അരുവി ഉണ്ടായിരുന്നു. എൻ്റെ സഞ്ചി അവിടെ വെച്ചിട്ട് ഞാൻ കുളിക്കാൻ ഇറങ്ങി. തിരിച്ച് കയറിയപ്പോൾ എൻ്റെ സഞ്ചി കാണുന്നില്ല. പിന്നെ ഞാൻ അവിടെ എല്ലാ സ്ഥലത്തും തിരക്കിയിട്ടും എനിക്ക് ആ സഞ്ചി കിട്ടിയില്ല. അപ്പം അതിനകത്ത് ഈ മോനെ ചികിത്സിക്കാനുള്ള മരുന്ന്, ഈ അസുഖത്തിന് ചികിത്സിക്കാനുള്ള മരുന്ന് ആ സഞ്ചിയിലുണ്ടായിരുന്നു. ഇനി ഈ മരുന്ന് കണ്ടുപിടിച്ച് എടുത്തു കൊണ്ടുവരണമെങ്കിൽ ദിവസങ്ങളെടുക്കും. പക്ഷേ പകർച്ചവ്യാധി വെച്ചിരിക്കുന്ന കുഞ്ഞിന് അത്രയും ദിവസം നീണ്ടു നിൽക്കുമോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഈ വൈദ്യര് എൻ്റെ അമ്മയോട് പറയാണ്. അപ്പം ഈ വൈദ്യര് പറയുമ്പം അദ്ദേഹം അമ്മോൻ്റെ അച്ഛൻ ബോധം കെട്ടങ്ങ് വീണ്. അപ്പം പിന്നെ ബോധം തെളിഞ്ഞു. എന്താ നിങ്ങൾ വിഷമിച്ച് വീണത്? ക്ഷമിക്കണം, എന്നോട് മാപ്പ് തരണം, ക്ഷമിക്കണം. ഞാനിങ്ങനെ പിടിച്ചു പറിക്കുന്നത്, ഇങ്ങനെ കുറച്ച് കള്ളം ചെയ്യുന്നതാണ്. ഞാൻ നദിക്കരയ്ക്ക് വന്നപ്പോൾ ഈ പാണ്ഡം ഇരിക്കുന്നതുണ്ട്. അത് തുറന്നു നോക്കിയപ്പോൾ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അതെടുത്ത് വെച്ചും നദിയിലേക്ക് സഞ്ചി എറിഞ്ഞു കളഞ്ഞു. പറഞ്ഞുകൊണ്ട് പൊട്ടി കരയും. ഇതുപോലെയാണ് കർമ്മം നമ്മളിലേക്ക് വന്നെത്തുന്നത്, നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. ഓരോ വാക്കുകളും പറയുന്നതിന് മുമ്പ്, പ്രവർത്തിക്കും മുമ്പും ശാന്തരം ചിന്തിച്ചിട്ട് ചെയ്യുക. നമ്മൾ പ്രവർത്തിക്കുക. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദേഷ്യം ഉടനെ ചിന്തയും വാക്കും ഒരുപോലെ അങ്ങ് ഒന്നിച്ച് ബന്ധിച്ചിരിക്കുക ആണ് ഇതിൻ്റെ ഒരു പ്രകടമാക്കും. ചിന്തിക്കുമ്പോൾ അവിടെ വിടവ് വരും, അവിടെ ലൈറ്റ് കത്തും, ബോധം തെളിയും. ആ വിടവില്ല. ഇപ്പം ദേഷിക്കുമ്പോഴോ ഇതിനൊരു വിടവില്ല. അതാണ് വികാര ജീവി എന്ന് പറയുന്നത്. സാധാരണ മുത്തശ്ശികളെ പറയും, ഒരു പാമ്പ് കൊത്തുന്നതിന് മുമ്പ് 300 പ്രാവശ്യം അനുവാദം ചോദിക്കുന്നത്. എന്നുവെച്ചാൽ അതിനും ക്ഷമയുണ്ടെന്നാ പാമ്പിന്. കാരണം എന്തോ ദുർവിധി ഉണ്ടായിരിക്കാം. നീ തല്ല് കൊന്നോ, അല്ലെങ്കിൽ തള്ളാൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നോ, അല്ലെങ്കിൽ അച്ഛനെ കൊന്നോ, അത് കാത്തിരിക്കുകയായിരിക്കാം. പാമ്പ് കൊത്തുന്നത് തൻ്റെ ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് കൊത്തുന്നതല്ല, മനഃപൂർവ്വം കൊത്തുകയല്ല. അപ്പോൾ ആ തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അത്ര സമയവും 300 പ്രാവശ്യം അനുവാദം ചോദിക്കാൻ ക്ഷമയെടുക്കുന്നു. ഈ പ്രപഞ്ചത്തിനൊരു താളമുണ്ട്. ഈ വിശ്വത്തിനും അതിലെ സകല ജീവികൾക്കും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നെറ്റ്വർക്ക് പോലാണ് ഈ വിശ്വം. 4 പേർ പിടിച്ചിരിക്കുന്ന ഒരു വലയുടെ കോണിൽ ചെറിയ ചലനം ഉണ്ടായാൽ അതിൻ്റെ തരങ്ങൾ വലയുടെ എല്ലാ ഭാഗങ്ങളും പ്രതിഫലിക്കുന്നത് പോലെ നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും മനുഷ്യൻ ഒറ്റയായും കൂട്ടമായും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഈ വിശ്വമാകുന്ന വലയുടെ കോണുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്,
നമ്മൾ ഒറ്റപ്പെട്ട ദ്വീപല്ല, ഒരു സിംഗിളുടെ കണ്ണികളാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം.